എന്താ പറയുക, വീട് പൊളിച്ച് കഴിയണ വരെയുള്ള കാര്യങ്ങൾ വരെ അത്രയും മനസ്സിൽ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ വീടും അതേപോലെ തന്നെ ഒല്ലൂര് പള്ളി ഉണ്ടല്ലോ, നമ്മുടെ മാലാഖയുടെ പള്ളി, അത് മാത്രമാണ് അവർ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നങ്ങനെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞോട്ടോ, ഇങ്ങനെ അകത്ത് നിർത്തി വെച്ചിട്ട് ആളെ കാണാനില്ലോ എന്ന് പറയാ അല്ലേ? അങ്ങനെ തോന്നിയാ പാത്രമൊക്കെ നിർത്തി വെച്ചിട്ട് അവിടെ പോയി. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്ന് ഇനി ഞാൻ ഇവിടെ ആദ്യമായിട്ട് ചെയ്ത ജോലി എന്ന് പറയാം. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ നല്ല നല്ല ഓർമ്മകളും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ, വായോട്ടാ. ഇന്നേ കാലത്ത് തന്നെ നേരെ പറമ്പേ പോയിട്ടാ. അപ്പോൾ അതായത് എനിക്ക് പാലുകൊണ്ട് തന്നെ ചേച്ചിൻ്റെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഗിരിചേച്ചി കൊള്ളിത്തറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേച്ചി പാല് കൊണ്ടിരിക്കും കൊണ്ടുവയ്ക്കാൻ വെച്ചിട്ട് അന്ന് അങ്ങോട്ട് നേരത്തെ പോയി. കിളിക്കുട്ടിയെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കഴിച്ചു വിട്ടുട്ടാ. വിജയിച്ച് പരിചയം അവര് ചേച്ചിയായിട്ട്. നമ്മുടെ കൺമണിക്കുട്ടി ഇതാ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. കാലത്ത് സ്കൂളിൽ പോകാനുള്ള പുറപ്പാടാണ്. ഇന്നെന്താ പിന്നെ കളറ്? മാതാവിൻ്റെ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ പറമ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓടി നടക്കാട്ടെ. അറ്റത്തേക്ക് പോയപ്പോൾ നമ്മുടെ ചാർലിയുടെ കുറെ ഇട്ടിട്ട് ഓടി പോകണത് അങ്ങോട്ട്. അച്ചോ പാത്രം നോക്കിയാൽ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായ്യാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടേ. പാത്രം നിരത്തി വെച്ചിട്ട് ആളെ കാണാനില്ലോ എന്ന് പറയാ അല്ലേ? അങ്ങനെ തോന്നിയാ പാത്രമൊക്കെ നിരത്തി വെച്ചിട്ട് അവിടെ പോയിന്ന്. അയ്യോ എന്നെ തട്ടിടൂടാ നീ ഇക്കടെ ചെക്കന്മാരെ. എല്ലാവർക്കും ആദ്യം ഇട്ട് തരാം, എന്നിട്ട് വീണ്ടും തരും. എന്നാ ഇതിൽ കഴിക്ക്, നെയ്മർ ഇതിൽ കഴിക്ക് കേട്ടോ. നമ്മളെ പാത്രം മേടിച്ചപ്പോൾ അന്നേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു വലിയ പാത്രം മേടിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഒരു വലുതായപ്പോഴേ പാത്രം ചെറുതവർക്ക്. ഇങ്ങനെ ഇത്തിരി കൂടുതലായിരിക്കും നമ്മുടെ റൊണാൾഡോ. ഭക്ഷണം കഴിക്കണ നേരത്തെ ഒരു വഴക്കോ ബഹളോ ഒന്നുമില്ല കേട്ടാ. അവരാരെ പാത്രത്തിൻ്റെ കഴിക്കും. കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തോന്നും അപ്പുറത്തെ പാത്രത്തിൽ വല്ല സ്പെഷ്യൽ ഉണ്ടോയെന്നൊന്ന് അന്വേഷിക്കാൻ പോക്കൊക്കെ ഉണ്ട്. അല്ലാണ്ട് തല്ലൂട്ടം കുറവാ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞവരെ നമ്മൾ നിൽക്കും ചെയ്യും കേട്ടാ. സിംബുട്ടാ വാ വാ സിംബുട്ടാ, ഒടിയോ ഒടിയോ. അങ്ങനെ നമുക്ക് ഈരണ്ടേ. അപ്പം നമ്മുടെ കാലത്ത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ പുറത്തേക്ക് വിട്ടപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടാ. പിന്നെ പിടിച്ച മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ശക്തിയിൽ വെള്ളം കോരി ഒഴിക്കുന്ന മഴയല്ല. പക്ഷെ നമുക്ക് കാലാവസ്ഥ കണ്ടറിയാം ഇന്നത്തെ ദിവസം ഫുൾ മഴയായിരിക്കുന്നു. ഒരു ഇരുണ്ടൊരു കാലാവസ്ഥ, നല്ല കനത്തിലുള്ള തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് പറമ്പിൽ വലിയ കാര്യമായിട്ട് ഒരു പണി നടക്കാൻ സാധ്യത കുറവാന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ പുറത്തേക്ക് വിടുന്നേക്കാളും മുന്നേ അടുക്കളയിലത്തെ എല്ലാ പണിയും കഴിച്ചിട്ടാട്ടാ ഇറങ്ങുക. അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലേ അവരെ പുറത്തേക്ക് വിട്ട് നമ്മൾ അവരെ കൂടെ വേണം. കാരണം അവരിപ്പോൾ എല്ലായിടത്തേക്കും ഓടി തുടങ്ങിയല്ലോ. പക്ഷേ ആരെങ്കിലും പെട്ടെന്ന് കയറ്റി നടന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ അവരങ്ങനെ ഒന്നും ചെയ്യണില്ല കേട്ടാ. അങ്ങനെ പെട്ടെന്ന് ഓടി ആരുടെ അടുത്തേക്കൊന്നും പോകണില്ല. പക്ഷെ കളിയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വരും. എൻ്റെ പേര് കയറി ഒരു സ്നേഹപ്രകടനം ഉണ്ട്. ആ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് കേട്ടാ.
അവരെ കൈ ഇവിടെ വരെ എത്തുള്ളൂ, മേലെ മുഴുവൻ ഇവിടെ അഴുക്കായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവരെ വിട്ട് കഴിഞ്ഞ് നേരെ പിന്നെ കയറി വരും നമ്മുടെ സിംബേൻ്റെ അടുത്തേക്കൊക്കെയാണ്. അതുപോലെ കോഴിയുടെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നോക്കുക. അപ്പോൾ ഇവൾക്കാണെങ്കിൽ എന്നും ഈരി കൊടുക്കും നമ്മൾ. അപ്പോൾ ഇന്ന് ആദ്യം ഇവളുടെ കാര്യം ചെയ്യാമെന്ന് വെച്ചു. കാരണം മഴയായ കാരണം കോഴിക്കൂട്ടിലേക്ക് കയറിയിട്ട് ഇവളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പിന്നെ ഞാനുണ്ടല്ലോ എപ്പോഴും എൻ്റെ വായയിൽ ഇവളെന്നാട്ട് വരിക. ഇവളല്ല കേട്ടോ ഇവനാണ് സിംബ. പക്ഷെ എനിക്ക് എപ്പോഴും ആ ഒരു ഇതിലാ വായൽ വരുള്ളൂ ഇവളെന്ന് പറഞ്ഞിട്ട്. അല്ലേ സിംബുട്ടാ? ഭയങ്കര ഇഷ്ടം ഈരി കൊടുക്കാന്ന് പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അവന് ഇരുന്നോളൂ. ഇതാ ഇങ്ങനെ മാത്രം ഈരിയെ പോലെയുള്ള നമുക്ക് ഇവിടെ ഇരുണ്ടേ. ഇവരൊക്കെ ഈരി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ എന്താ പറയുക കുളിക്കാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുകയും ചെയ്യാം. കാക്ക എന്താ അവിടെ വന്നിരിക്കണമെന്നറിയോ? ഇവളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് നമ്മളിരിക്കണം കുറച്ച് നേരം. അല്ലേ കാക്കകളായിരിക്കും തിന്നാ. ഇവളതൊന്നും ഓടിപ്പിക്കില്ല കേട്ടോ. കാക്കകൾ വന്നു കഴിഞ്ഞാൽ സിംബുട്ട അങ്ങോട്ട് നീങ്ങിയിരിക്കും. അല്ലേ സിംബുട്ട? അതാണ് സിംബുട്ടൻ്റെ സ്വഭാവം. അത് സുന്ദരനായല്ലോ, സുന്ദരനായല്ലോ. ഇനി സിംബുട്ടോടെ കിടക്കട്ടാ. നീ എനിക്ക് നമ്മുടെ കോഴിമക്കൾക്ക് വല്ലതും കൊടുക്കട്ടെ കേട്ടോ സിംബുട്ടാ. നല്ല സുഖം കേട്ടോ സിംബുട്ട, നല്ല സുഖം കേട്ടോ സിംബുട്ട. അപ്പോൾ സിംബുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ കോഴിക്കൂട്ടിലേക്ക് പോവാം നമുക്ക്. ഇവിടെ കിടന്നോട്ടെ. എന്നെ ഇരി കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ മുടി ഇങ്ങനെ കൊഴിക്കണ്ടേന്ന്. ഇപ്പോൾ നമ്മൾ ദിവസം ഈരിൻ്റെ കാരണം ഇപ്പോഴത്തേ കണ്ടേ ഇരി. അപ്പോൾ ഇത്രയും മുടി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ദിവസം ഈരിൻ്റെ കാരണം അല്ലെങ്കിൽ നന്നായിട്ട് മുടി കൊഴിയും പറ്റില്ലേ. എന്താ നേരം വൈകിയപ്പോൾ വിശന്നോ? മഴ തോരാൻ വേണ്ടി നിന്ന് നോക്കിയതാട്ടാ. മഴ തോരുന്നില്ല, കൂടൊക്കെ കഴുകി വേഗം തരാട്ടാ. കരയണ്ട, എല്ലാവർക്കും തരാട്ടാ. കൂട് കഴുകട്ടെ. പിന്നെ എത്ര മഴ പെയ്താലും നമ്മൾ കോഴിക്കൂട് കഴുകൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യൂട്ടാ. പിന്നെ മഴ പെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കൂട് കഴുകാൻ കുറച്ചുകൂടി സുഖമാണ്. വേനൽക്കാലത്ത് നമ്മൾ ആദ്യം നനച്ചിടണം, അതിനുശേഷം പിന്നെ കുറച്ച് നേരത്തൊക്കെ കഴുകിയെടുക്കുക, അങ്ങനെയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടികളിലത്തെ ചെടികളൊക്കെ ആദ്യം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഒരു മാസം കൂടി ഒന്ന് നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ വികൃതി തരങ്ങൾ കുറച്ചും കൂടി കഴിയാനുണ്ട്. അവർ ചട്ടിയുമ്പം കയറി അവർ അതിലത്തെ കടയൊക്കെ പിടിച്ച് വലിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചട്ടികളിലത്തെ കുറേ ചെടികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു മാസം കൂടി കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വരെ വികൃതി തരങ്ങൾ കഴിയുന്ന കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്തേ റൊണാൾഡോയ്ക്ക് വേണോ? റൊണാൾഡോയ്ക്ക് തന്നില്ലേ? പാപ്പ തന്നതല്ലേ എൻ്റെ മോനെ. നനച്ചിട്ട് വരാട്ടാ, അവിടെ നിൽക്ക്. വാ 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 വാ. എന്തായാലും മുകളിൽ കയറിക്കണവരെ എന്നാ ഇന്നങ്ങനെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ അകത്തെ പണികൾ മാത്രം എടുക്കണേ. എന്താ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങള്? എന്താണ്? നല്ല മക്കളായിട്ട് ഇവിടെ കിടന്നുറങ്ങട്ടാ. കിടന്നുറങ്ങിയാൽ മതിട്ടാ. നല്ല മഴ വരുന്നുണ്ട്. അവിടെ കിടന്നോ. കുറുമ്പൊന്നും കാണിക്കണ്ട റൊണാൾഡോ മോനെ. എൻ്റെ മോനെ ഇത്തിരി ദേഷ്യം കൂടുതലാണ്. എൻ്റെ മോനെ കുറുമ്പൊന്നും കാണിക്കണ്ട കേട്ടോ. എൻ്റെ മോനല്ല മോനെ, കുറുമ്പ് കാണിക്കണ്ട. ഇത്തിരി ദേഷ്യം കൂടുതലുള്ള ആളാണ് റൊണാൾഡോ. അത് നല്ല ബുദ്ധിയാണ് ആൾക്ക്.
പക്ഷെ ഇത്തിരി ദേഷ്യം വന്ന ആൾ പൊട്ട സ്വഭാവമാണ്. വെറുതെ എല്ലാവരും ഇങ്ങനെ പിടിച്ച് പാഞ്ഞുകൊണ്ടിരിക്കാതെ നോക്കി അവൻ്റെ മേക്കെട്ട് എല്ലാവരും കയറൂട്ട്. ആൾ നല്ല ക്ഷമയോടുകൂടി നിൽക്കും. ഇവരിങ്ങനെ കളിച്ച് അത് ഇടയിലൊരു ദേഷ്യം വരും ചിലപ്പോൾ. ഇവിടെ പൊന്നോ അതേ ചാക്കൊക്കെ എന്താ കോലം. രാത്രി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പണിയാണ് പിന്നെ ഇവിടെ വൃത്തിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. ശ്രീദേവി ഗോപാൽ പൂനെ, ഹായ് ശ്രീദേവി ചേച്ചി. മായ മോഹൻ, ഹായ് മായ. സൈറ, ഹായ് സൈറ. എനിക്കുണ്ടല്ലോ എല്ലാവരോടും ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. അതായത് നമ്മുടെ വീട് ഷൂട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ മക്കളുടെ ഫ്രണ്ടാണ് അതൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെ ലിങ്ക് ഒന്ന് ജസ്റ്റ് അമർത്തിയാൽ മതി, നമുക്കത് കാണാൻ പറ്റൂട്ടാ. അത് മാത്രമല്ല നമ്മൾ കാണുന്നതിനനുസരിച്ചാണ് ആ കുട്ടികളുടെ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടുക. അപ്പോൾ മാക്സിമം എല്ലാവരും അത് കണ്ടോളൂ, അവിടെ സപ്പോർട്ട് ചെയ്തോളൂ. നമ്മുടെ വീടും അതേപോലെ തന്നെ ഒല്ലൂർ പള്ളി ഉണ്ടല്ലോ, നമ്മുടെ മാലാഖയുടെ പള്ളി, അത് മാത്രമാണ് അവർ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വേറെ പുറത്ത് ചെറിയ കുറച്ച് ഭാഗങ്ങൾ അവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒല്ലൂർ മാലാഖ പള്ളിയുടെ മണിമാളികയൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു ഷോർട്ട് ഫിലിമാണത്. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ടോളോ, ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്തോളോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അമർത്തി അതൊന്ന് കണ്ടുപോയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ കുട്ടികളുടെ ഷോർട്ട് ഫിലിമിൻ്റെ പേരെന്ന് പറയുന്നത് പെർസ്യൂട്ട് ഓഫ് പാഷൻ എന്നാണ്. അപ്പോൾ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യുക, ഞാൻ വീണ്ടും പറയുകയാണ്. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വെച്ചിട്ടുള്ള കറി എന്ന് പറയുന്നത് അയിലക്കറിയാണ്. അപ്പോൾ ഇതാ നോക്കിയേ, രാവിലെ തന്നെ നേരത്തെ എണീക്കുമ്പോൾ നമ്മൾ ഉച്ചയിലേക്കുള്ള കറി വരെ വെക്കും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ ഉച്ചയിലത്തെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ ബാക്കി കുറച്ച് കറിയുണ്ട്, അതിപ്പോൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കറിയും കഴിയും. കാരണം 3 നേരം കറി വയ്ക്കാനൊന്നും നിൽക്കില്ല. മീൻ കറി അങ്ങനെയുള്ള സാമ്പാറൊക്കെ ആകുമ്പോൾ അത് തന്നെയായിരിക്കും 3 നേരം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് കാരണം അടുക്കളയിലത്തെ പണിയും കുറവാണ്. രാവിലെ നേരത്തെ എണീക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ. അതായത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നപ്പോൾ അവർക്കാണെങ്കിൽ 7 മണിക്ക് വിടുമ്പിക്കാൻ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം പിന്നെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ അടുക്കളയിലത്തെ പണി ആ കാലത്ത് നിൽക്കുന്നതോട് കൂടി തന്നെ കഴിയും. അപ്പോൾ ശരിക്കും ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ഫ്രീ എന്ന് പറയുന്നത് എനിക്ക് നല്ലത്. അപ്പം ഞാൻ അങ്ങനെയുള്ള ദിവസം എന്നിട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ പോലെയാണ്. ഇന്ന് ഇന്ന ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞാൽ നാളെ ആ ഭാഗമല്ല വേറൊരു ഭാഗം, അങ്ങനെയാണ് ഒരു ടൈം ടേബിൾ പോലെയാണ് ഞാൻ ചെയ്യുക. പക്ഷെ ഇങ്ങനെയുള്ള ദിവസമാകുമ്പോൾ കുറേ ഭാഗങ്ങൾ വൃത്തിയാക്കാനായിട്ട് നിൽക്കും അങ്ങനത്തെ ദിവസം. അപ്പം ഇനി കുറച്ച് നേരം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പോണേ. കണ്ടോ, നല്ല ഇരുട്ട് കൂടിയ കാലാവസ്ഥയാണ് പുറത്ത് നോക്കി. നല്ല എന്താ പറയുക, ഒരു പ്രത്യേക കാലാവസ്ഥയായിരുന്നു ഇന്ന്. നമ്മുടെ ഉണ്ടല്ലോ കുട്ടിപ്പട്ടാളങ്ങൾ നല്ല ഉറക്കായിട്ട് ആ മഴ പെയ്യുമ്പോൾ അവരിങ്ങനെ അട്ട പോലെ എടുക്കുക. അപ്പോൾ അത് കാട്ടിയതായിട്ടോ, നല്ല രസമാക്കി എടുക്കുക കാണാനായിട്ട്. നമ്മുടെ അല്ലു നോക്കിയേ, ഇതിവിടെ കിടക്കുന്നുണ്ട് കേട്ടാ. മണിയെ ഞാനൊരു വീഡിയോയിൽ എന്നോട് പറഞ്ഞു അല്ലുവിനെ കൊഞ്ചിക്കുന്നത് കാണിക്കാൻ. അല്ലുവിനെ കൊഞ്ചിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിട്ടാ. അവൾക്ക് അതിൽ നമ്മളിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാതൊക്കെ പറഞ്ഞാൽ എത്രയും ഇഷ്ടം. മണിയെ സുന്ദരി ഇവിടെ കിടന്നോ കേട്ടാ, ഇവിടെ കിടന്നോ. ഞാനുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അവിടെ ക്ലീൻ ചെയ്യണേക്കാളും മുന്നായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. വേറെ ഒന്നല്ല കേട്ടോ. അതാ ഈ വീട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് നീല കേട്ടോ. നമ്മൾ നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ ഈ വീട് അതായത് നമ്മൾ ഈ വീട് വെച്ച് താമസിച്ച സമയത്ത് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനൊരു നമ്മുടെ ആ പഴയ വീട് ഫ്രെയിം ചെയ്ത് വെക്കണം എന്നുള്ളത് ഷായേട്ടൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് ഈ ഒരു വീട്ടിലേക്ക് നോക്കിയാൽ ഷായേട്ടന് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ഓർമ്മകളും അതായത് ഇവിടെ എന്താ പറയുക, കൊച്ചിലേ തൊട്ട് നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള ആ കാര്യങ്ങൾ തൊട്ട് ഈ വീട്ടിൽ നിന്ന് എന്താ പറയുക, വീട് പൊളിച്ച് കഴിയണ വരെയുള്ള കാര്യങ്ങൾ വരെ അത്രയും മനസ്സിൽ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട് ഷായേട്ടന് എപ്പോഴും ഓരോ ഓർമ്മകൾ പറയാറുണ്ട്. നമ്മളാണെങ്കിൽ വീട് സെറ്റ് ചെയ്യുമ്പോൾ ഇരിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല, ഈ വീട്ടിനെ കുറിച്ചിട്ട് പറയാത്തൊരു ദിവസം ഉണ്ടാവില്ല കേട്ടോ നമുക്ക്. കാരണം അത്രയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീട്. എന്നെ സംബന്ധിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന വീട് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നിട്ടെന്നറിയോ,
എൻ്റെ വീട്ടിൽ ഞാനങ്ങനെ കുറേ പണിയൊന്നും ചെയ്തിരുന്ന ഒരാളെ അല്ലായിരുന്നു. എനിക്ക് വിയർപ്പ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്ത ജോലി എന്ന് പറയുന്നത് മുറ്റടിയായിരുന്നു. സാധാരണ എല്ലാവരും പറയും കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണുങ്ങൾ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ലില്ലേ. പക്ഷെ എനിക്ക് കിട്ടിയത് മുറ്റടിക്കലായിരുന്നു. മുറ്റടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഏരിയുണ്ട്, വീടിൻ്റെ ചുറ്റും മുറ്റടിക്കാന്ന് പറഞ്ഞാൽ അത്ര സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റടിച്ച് ഏതാണ്ട് പകുതിയോളമായിട്ടുള്ളൂ മുറ്റടിച്ചിട്ട്, പകുതി ആയിട്ടില്ല. ഞാൻ അങ്ങോട്ട് വയർത്ത് തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഞാൻ വിയർപ്പ് എന്താണെന്ന് അറിഞ്ഞത്. ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മുടെ ഈ വീടിൻ്റെ മുറ്റടിച്ചപ്പോഴാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ നല്ല നല്ല ഓർമ്മകളും ഒക്കെ ഉണ്ട് എനിക്ക്. പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താ പറയുക, ഇപ്പം ഞാൻ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പണീനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആ വീടും പിന്നെ ഞാൻ അമ്മയുടെ കൂടെയല്ലേ നിന്നത്. എന്താ പറയുക, അമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി എന്ന് പറഞ്ഞാൽ അമ്മ ഒരിക്കലും, അമ്മ അതേപോലെ പണിയെടുത്തിട്ടാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വന്നിട്ടായാലും ഒരിക്കലും ഒരു അമ്മായിമ്മ പോലെ ഒന്നല്ലായിരുന്നു. അങ്ങനെ ഒത്തിരി പണികൾ അമ്മയുടെ കൂടെ നിന്ന് ചെയ്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ എന്തിനാ സ്മിത ഇതേപോലെ പണിയണേ, ആരെങ്കിലും വീട്ടിൽ പണിക്കാരെ വെക്കുന്നൊക്കെ പറഞ്ഞാലും കൂടിയിട്ട് എനിക്ക് അങ്ങനെ വെക്കണമെന്ന് തോന്നാത്തതും എനിക്ക് ചെയ്യാൻ പറ്റുന്നതും കേട്ടാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ വീടിനെ കുറിച്ച് പറയാനുള്ള കാര്യം. ഈ ഓർമ്മ എന്നിവിടെ നിൽക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെ അപ്പം ഇതെന്നും തുടച്ചു തുടക്കാറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇന്നും തുടയ്ക്കട്ടെ. മരത്തിൻ്റെതായ ഫർണിച്ചറുകൾ, ഡോറുകൾ ഇങ്ങനത്തെ ഒക്കെ തുടയ്ക്കുമ്പോൾ നല്ല കോട്ടൺ തുണി നനച്ച് നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെറുതെ ജസ്റ്റ് തുടച്ചെടുക്കുക ചെയ്യാറുണ്ട് ഞാൻ. ഒരു പ്രാവശ്യം നമ്മളുടെ ടി വി സ്റ്റാൻഡ് ഒന്ന് ശരിക്കും കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു മോഡലാട്ടോ നമ്മൾ ടി വി സ്റ്റാൻഡ് പണിത് നോക്കണത്. ചൂല് അടിച്ചടിച്ച് കുറ്റിയിട്ടാ. അതായത് മേടിക്കാൻ പോകണമെന്ന് വിചാരിക്കും, നടന്നിട്ടില്ല. അത് കാരണം ഈ തലക്കാലം ഈ ഒരു ചൂലുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ചൂലേ പുതിയത് മേടിച്ചാലും എന്നിട്ടാണെന്നറിയോ, കുറച്ച് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ കുറേ പൊട്ടിപ്പോവും. അപ്പോൾ തന്നെ ഒരു ഇതാവും. പിന്നെ ഇങ്ങനെ അടിച്ചടിച്ച് ആ ഒരു ചെരിവ് കിട്ടിയല്ലോ, അപ്പോൾ സുഖമായിട്ട് അടിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്ര ധൃതി പിടിച്ചിട്ട് മേടിക്കാതിരിക്കുന്നത്. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ കുറയ്ക്കുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ ക്ലീനിങ് ഒക്കെ ഇതാ ഒരു ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കട്ടെ. അപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങണം, ഇല ആക്കാനായിട്ട്. ആ മഴ ഒരു ശക്തി വീണ്ടും കൂടി, സൗണ്ട് മഴയുടെ ശക്തി കേട്ടു തുടങ്ങി നമ്മൾ ആ സൗണ്ട്. അപ്പോൾ കുട്ടിപ്പട്ടാൾക്ക് പേടിയാണല്ലോ മഴ പെയ്യുമ്പോൾ. അപ്പോൾ അവരാദ്യം കുറച്ച് തുടങ്ങും. എന്നോട് അങ്ങോട്ട് വരാനാണ് ഈ പറയണതേ.
ഇന്നുണ്ടല്ലോ രാവിലെ, അതായത് ഒരു 10 മണിക്കൊക്കെ മുന്നായിട്ട് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇതാ ഇരുണ്ടും കൂടെ കാലാവസ്ഥ. ഈ നേരം വരെ ആയിട്ടും ഒരു മാറ്റൂല്ല കേട്ടാ. മഴയാണെങ്കിൽ നിന്നിട്ടേ ഇല്ല, ഇങ്ങനെ തൂളി തൂളി നിൽക്കുക. അത് കാരണം പറമ്പിലേക്കും വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് തുടങ്ങി. ഇന്ന് ഞാനുണ്ടല്ലോ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടയാട്ടം ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ പണ്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന അട. പക്ഷെ അമ്മമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കലത്തിലൊക്കെ ആട്ട ചുട്ടെടുക്കുക. പക്ഷെ ഞാൻ കലത്തിൽ ചുട്ടേനെ പുറത്ത് വിറകടുപ്പിൽ. പക്ഷേ നമ്മുടെ പുക കുഴലുണ്ടല്ലോ ചെറുതായിട്ട് ഒരു എന്താ പറയുക ചോർച്ച അതിൻ്റെ ഉള്ളിൽ കൂടെ നനവ് വരിക. അപ്പം എനിക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റണില്ലേ, ഞാൻ നോക്കണം. മഴയില്ലാത്ത സമയത്തൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആള്. അപ്പം അത് കാരണം ഞാൻ ഇന്ന് അടി ഉണ്ടാക്കുന്നത് നമ്മുടെ ഗ്യാസിൽ തന്നെ വെച്ചിട്ടാട്ടോ ചുട്ടെടുക്കണേ. അപ്പോൾ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്ത് നോക്കാട്ടോ, ചെയ്ത് നോക്കണേ. അധികം വെള്ളമില്ല, എന്നാൽ നമുക്ക് ഇലയിൽ വെച്ച് പരത്തും വേണം. ആ രീതിയിലായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. നാളികേരം ചെറുകിയിൽ കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുക്കിയ നമ്മുടെ ശർക്കര കേട്ടോ, അതും കൂടി നമ്മൾ നാളികേരത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മധുരം കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നതാട്ടോ നല്ലത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരമൊക്കെ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ശർക്കരയിൽ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ ഉണ്ടല്ലോ കുറച്ച് പച്ചവെള്ളത്തിലേക്ക് മുക്കിയിട്ട് നമുക്കിതാ നമ്മൾ നനച്ച് വെച്ച് നമ്മുടെ ഈ പൊടിയിട്ടല്ലോ അതിതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ഇതാ ഇതിൽ വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈമേ ഈ മാവ് ആവാത്ത രീതിയിൽ നമുക്ക് പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിലൊന്നും നമ്മുടെ ഈ അരിപ്പൊടി ഒന്നും ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ട് കനം കുറച്ച് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ആക്കി വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ നന്നായിട്ട് ഇടാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ടിതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ റെഡി ആയിട്ടാ. ഇതേപോലെ തന്നെ എല്ലാം ആക്കിയെടുക്കട്ടെ. തീയൊക്കെ കത്തിച്ച് നമ്മൾ അട ചൂടാനുള്ള ചട്ടി അടപ്പത്ത് കയറ്റി ചട്ടി ഇതാ ചൂടായി വന്നതിന് ശേഷമാണ് നമ്മളിത് അട വെച്ച് കൊടുക്കണത് കേട്ടോ. കണ്ട അടയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഒരു ചുളിവ് പോലെ വന്നപ്പോൾ ഞാനിതാ മറിച്ചിടാണ് കേട്ടോ. ചൂടൊക്കെ ഉണ്ട് ചെറുതായിട്ട്, എന്നാലും നമ്മൾ 1-2 വട്ടം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാലാണ് നമുക്ക് അട ഓരോപോലെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 1-2 വട്ടം അട തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഇതേപോലെ ഇലക്ക് വിട്ട് വരും. അപ്പോൾ നമുക്കിത് വേവ് റെഡി ആയിരുന്നാണ്. 2 സൈഡും ഇതേപോലെ ഇല വിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡും കാട്ടിത്തരാം. കണ്ടോ അപ്പോൾ നമ്മുടെ അട വെന്തിട്ടുണ്ട്. ഇതാ അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ കൈ കൊണ്ട് പെട്ടെന്ന് മറിച്ചിട്ട് നോക്കരിക്കും. ഇതേപോലെ ഒരു ചട്ടകൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റി കൊടുത്തോളൂ കേട്ടോ. ഇനി എനിക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാനുണ്ട്. അപ്പം നോക്കി നമ്മുടെ അടാട്ടാ നല്ല തേനൊലിക്കണ പോലെ ആട്ടോ ഇരിക്കുക. അപ്പം ഞാനിതാ ഒന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ച് ഞാൻ കാട്ടിത്തരാം. ഇപ്പോഴത്തെ നടു മുറിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാട്ടിത്തരാം കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാനതൊരു കഷ്ണം കൂടി നമുക്ക് കടിക്കാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ ആട്ടോ മുറിക്കണേ. കണ്ടോ ഇതേപോലെ ഇരിക്കും കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അമ്മ കണ്ടിട്ടുണ്ട് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കും. ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ മുറിക്കട്ടെ. ചായ കുടിക്കാനായിട്ട് ഷായേട്ടൻ്റെ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ കൊണ്ടുപോട്ടെ. നമ്മൾ അടയൊക്കെ എടുത്ത് ഇതാ ചായ കുടിക്കായിരുന്നു കേട്ടോ. ചായ അല്ല കട്ടൻ കാപ്പി അല്ലാണ്ട് ഷായിട്ടുണ്ട് ശർക്കര കാപ്പി. അതല്ലേ ഷായിന് മനസ്സിലായി വേഗം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടേ. ഈ മഴ പെയ്യുമ്പോഴേ ഞാൻ കഴിക്കാൻ രസമാണ്.
കണ്ടുന്നുണ്ടാക്കാൻ പറ്റില്ലത്. ഉം. അടിപൊളി സാധനം. ഞാനിവിടെ പണ്ടൊക്കെ അമ്മ പറയുന്നിട്ടുണ്ട് വല്ല ഗസ്റ്റ് ഇങ്ങനെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ള സാധനം അടയാണ്. ഇതിപ്പോ എല്ലാവരും ഉണ്ടാക്കുന്നതായാലും ഈ വർഷകാലത്ത് മഴ പെയ്യുമ്പോൾ ഇതും അടിപൊളി. അപ്പൊ എല്ലാവരും നോക്കിയോളാം. നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടാ